തുടർച്ചയായിട്ട് എക്സാംസിന് പൊട്ടിയിട്ടും ഒരു ടെൻഷനും ഇല്ലാണ്ട് യാതൊരു പ്രിപ്പറേഷനും നടത്താണ്ട് കൂളായിട്ട് നടക്കുന്ന ഒരു ചങ്ക് നിങ്ങൾക്കുണ്ടോ? ആക്ച്വലി സ്ട്രെസ് തീരെ ഇല്ലാത്ത ആളുകളാണ് അവർ. അപ്പോ ശരിക്കും നമുക്ക് ഈ സ്ട്രെസ്സൊക്കെ ആവശ്യമാണോ? തീർച്ചയായിട്ടും. നിങ്ങൾ ഈ കാളപൂട്ടൊക്കെ കണ്ടിട്ടുണ്ടോ? ഓരോ അടി കിട്ടുമ്പോഴും ഈ കാള ഇങ്ങനെ ഓടും. അതുപോലെ മനുഷ്യന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടിക്കുന്ന സംഗതികളാണ് ഈ സ്ട്രെസ് കാരണമായിട്ട് വരുന്ന ടെൻഷനും സ്ട്രെയിനും ഒക്കെ. അടി കിട്ടിയ കാള ഓടും എന്നുള്ളത് അറിയാം. എന്നാ അടിച്ച് കാളന്റെ പരിപ്പം കളക്കി കഴിഞ്ഞാൽ കാള ഓട്ടം പോയിട്ട് നടത്തം പോലും ഉണ്ടാവില്ല, അവിടെ കിടക്കും. അതായത് ഒരു ഓപ്റ്റിമൽ ലെവൽ വരെയാണ് സ്ട്രെസ് എങ്കിൽ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് ഉയരും. എന്നാൽ സ്ട്രെസ് ഈ ഒരു ഓപ്റ്റിമൽ ലെവലിൽ ഒരുപാട് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് നേരെ ഇടി. നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന ഒപ്റ്റിമൽ ലെവലിലുള്ള ഈ ഒരു സ്ട്രെസ്സിനെ നമ്മൾ സ്ട്രെസ് എന്ന് വിളിക്കും. എക്സാംസിന്റെ തലേന്ന് ഒരു ഇവന്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന സമയത്തൊക്കെ അനുഭവിക്കുന്ന സ്ട്രെസ്, ഇത് നമ്മളെ മോട്ടിവേറ്റഡ് ആക്കുകയും ഫോക്കസ് കൂട്ടുകയും ചെയ്യും. നമ്മുടെ പെർഫോമൻസിനെ ഡിക്ലൈൻ ചെയ്യുന്ന ഒപ്റ്റിമൽ ലെവലിന് മുകളിലുള്ള സ്ട്രെസ്സിനെ നമ്മൾ ഡിസ്ട്രെസ് എന്ന് വിളിക്കും. ഫിനാൻഷ്യൽ ക്രൈസിസ്, വർക്ക് ലോഡിന്റെ ഒക്കെ സമയത്ത് അനുഭവിക്കുന്ന സ്ട്രെസ്, ഇത് നമ്മളെ ആങ്ഷ്യസ് ആക്കുകയും ഹെൽത്തിനെ വളരെയധികം മോശമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഡിസ്ട്രെസ് വരുന്ന സാഹചര്യങ്ങളിലാണ് നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ പറ്റിയിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. വീണ്ടും കണ്ടുമുട്ടുന്നത് വരേക്കും ബൈ.